പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 7-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് കാത്തുപരിപാലിച്ചതിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പറ, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ആമേൻ ആമേൻ ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും കൈകൾ ഉയർത്തി പറ, കർത്താവെ ഈ പകൽക്കാലം ഞങ്ങളെ അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. അങ്ങയുടെ കൃപ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഉണർന്നതല്ല, അങ്ങ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ സ്തോത്രം. ഞങ്ങൾ എഴുന്നേറ്റതല്ല, അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാകിയാൽ സ്തോത്രം. ഞങ്ങളെപ്പോലെ ഉറങ്ങാൻ കിടന്ന് അനേകർ എഴുന്നേൽക്കാതെ പോയപ്പോൾ ദൈവകൃപയാൽ ഈ പ്രഭാതത്തിലും ഉണർന്ന് കൈകൾ ഉയർത്തി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങ് മാത്രം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. അങ്ങ് ബലവും ശക്തിയും നിറഞ്ഞവൻ. അങ്ങയുടെ മഹത്വവും ബലവും കാണുവാൻ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങോ സങ്കീർത്തനം 3:3 പറയുന്നു, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയെ ഉയർത്തുന്നവനുമാകുന്നു. അപ്പോൾ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും പരിചയമാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ മഹത്വമാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങി, യഹോവേ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. താങ്ക് യു ജീസസ്. ആമേൻ. 6-ാമത്തെ വാക്യം, എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. 8-ാമത്തെ വാക്യം, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. സ്തോത്രം. പ്രാർത്ഥിക്കാം. പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, അവർ ആദ്യമായിട്ട് ഈ സന്ദേശം കേൾക്കുന്നവരാണെങ്കിലും വർഷങ്ങളായി ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നവരാണെങ്കിലും ഒരുപോലെ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ, അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഇപ്പോൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. തങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ, തങ്ങൾ നിരാശപ്പെടുന്ന വിഷയത്തിൽ ദൈവിക ഇടപെടൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നട്ടൽ, ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ബാക്ക് പെയിനുകൾ സൗഖ്യമാകട്ടെ. കാൽ വണ്ണകൾക്കുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. കാലുകുത്തി നടക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ, കാലിനുണ്ടാകുന്ന മാംസപേശികൾക്കുണ്ടാകുന്ന വലിച്ചിലുകളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ മക്കൾ ആരോഗ്യവും ആയുസ്സും സൗഖ്യവും പ്രാപിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥത കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നന്ദി. അതുപോലെ പല്ലുമായിട്ടുള്ള ബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണമായി കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. എല്ലാ തരത്തിലുള്ള ആമേൻ ആരോഗ്യ പ്രശ്നങ്ങളും മാറി യേശുവിൻ നാമത്തിൽ ദൈവിക ആരോഗ്യമുള്ളവരായി മാറട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കഴിയുന്നവരുണ്ട്, ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ബിസിനസ്സിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക പ്രൊവിഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ലോകവ്യാപകമായി കർത്താവിൻ്റെ സഭയെ അനുഗ്രഹിച്ച് വളർത്തുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ മാനിക്കുന്നതിന് സ്തോത്രം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് ഞങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി
ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഈ പകൽക്കാലം. ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ ആ കാര്യങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞിട്ട് പറഞ്ഞു, കർത്താവെ ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും ഒരു ഉണർവിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് സമയത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഈ മീറ്റിങ്ങുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരംഭം മുതലേ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും. ലാസ്റ്റിൽ അരമണിക്കൂറല്ല കർത്താവ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കഴിവതും നിങ്ങൾ എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച്, ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് ആലോചന തരുന്നത്. ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്ന ഞാനും നിങ്ങളും ഒരു അന്ത്യകാല ഹബക്കൂക്കായി മാറട്ടെ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയും അന്ത്യകാല പൗലോസായി മാറട്ടെ, പത്രോസായി മാറട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ അന്ത്യകാലത്ത് ഹബക്കൂക്കുമാരെ ദൈവത്തിന് ആവശ്യമാണ്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളൊക്കെ നമ്മൾ പല പ്രഭാത സന്ദേശങ്ങളിൽ കേട്ടിട്ടുള്ളതാണ്. വളരെ കോമണായുള്ള വാക്യങ്ങളാണ്. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. യഹോവ എന്നോട് ഉത്തരം അറിയത് ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കണം, അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കും. അപ്പം നമുക്കറിയാം കർത്താവ് നമുക്ക് തരുന്ന ദർശനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ദൈവം നമുക്ക് തരുന്ന മറുപടികൾ നിശ്ചയമായും അതാതിൻ്റെ സമയത്ത് സംഭവിക്കും. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് ഇതിൻ്റെ ആരംഭം. അതായത് ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകൻ, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ടയുള്ളവരായി വരും. അപ്പോൾ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ഹബക്കൂക്കിൻ്റെ ഹൃദയത്തെയാണ് കാണുന്നത്. ഹബക്കൂക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവിക ഇടപെടൽ, താൻ ആയിരിക്കുന്ന ദേശത്ത് നടക്കുന്ന ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ കാണുമ്പോൾ, വയലൻസുകൾ കാണുമ്പോൾ, ഇൻജസ്റ്റിസുകൾ കാണുമ്പോൾ ദൈവികമായ ഒരു ഇടപെടൽ നടക്കുവാൻ അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവം തൻ്റെ പദ്ധതികളെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ളവരെ ആവശ്യമാണ്. രാജ്യങ്ങളുടെ ഭാരം ചുമക്കുന്നവരെ, കുടുംബങ്ങളുടെ ഭാരം ചുമക്കുന്നവരെ, ഇതുപോലെ ഭാരം ചുമന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവരെ കർത്താവിന് ആവശ്യമാണ്. ഇന്ന് ദേശങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ നടക്കുന്നത് കാണുമ്പോൾ, പാപം പെരുകുന്നത് കാണുമ്പോൾ, മ്ലേച്ഛത പെരുകുന്നത് കാണുമ്പോൾ, ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കാണുമ്പോൾ, ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലേക്ക് ജനം വീണു പോകുന്നത് കാണുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ബലഹീനരായ അനേകർ പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ, എന്നാ പറയുന്നത്, അനീതി ഭൂമിയിൽ നടമാടുന്നത് കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ സാമ്പത്തികമായ അവസ്ഥകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു. സന്തുലിതാവസ്ഥ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മാറുന്നു. ഇതൊക്കെ ദൈവ മക്കൾ പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ മിണ്ടാതിരിക്കുന്നവരായിരിക്കരുത്. ഹബക്കൂക്കിനെ പോലെ ഹല്ലേലൂയ നമ്മളും പ്രാർത്ഥിക്കുവാനും ദൈവവചനം അനുസരിച്ച് പ്രവചിക്കുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്നാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലും ആ ഒരു കമ്പാഷൻ ഉണ്ടാകണം, നമ്മുടെ മനസ്സിലും ആ ഇടിവിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകണം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി കാണാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകത്തുള്ളൂ. കർത്താവ് എപ്പോഴും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒത്തിരി കൃപാവരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരെക്കാളും എൻ്റെ ഒരു തോന്നലാണ്, കർത്താവ് ഇഷ്ടപ്പെടുന്നത് ദൈവസന്നിധിയിൽ രാജ്യങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ. നമ്മൾ അധികാരം തുടർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ നമ്മുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുന്നു. നമുക്കെങ്ങനെ പൈസ വർദ്ധിപ്പിക്കാം, നമുക്കെങ്ങനെ സമ്പന്നനായി തീരാം, നമുക്കെങ്ങനെ കോടീശ്വരനായി തീരാം, നമുക്കെങ്ങനെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ
സുഖ സൗകര്യങ്ങളിലേക്ക് കൊണ്ടുവരാം. ഇതൊക്കെയാണല്ലോ നമ്മുടെ പ്രധാന പ്രാർത്ഥനാ വിഷയങ്ങൾ. എന്നാൽ അതിലുപരിയായി പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹൃദയത്തോടുകൂടെ കർത്താവെ, ദേശങ്ങളിൽ ഉണർവുണ്ടാകണമേ. മ്ലേച്ഛതകൾ വർദ്ധിക്കുന്നു, പാപത്തിൻ്റെ ശക്തികൾ വർദ്ധിക്കുന്നു. ദൈവത്തെ അറിയാതെ ജനം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയായി നമ്മൾ ഓരോരുത്തരും മാറണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. ഹല്ലേലൂയ. അതൊന്നും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ ഈ സമയത്ത് ഒരുക്കമുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുന്നവരായി തീർന്നു. നമ്മളെന്നെ പറയും, നമ്മൾ പറയാം, അത് അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു, അവിടെ അങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ആ ദൈവദാസൻ്റെ കുറ്റം, ഈ ദൈവദാസൻ്റെ കുറ്റം, അവരുടെ കുടുംബത്തിൻ്റെ കുറ്റം, അവരുടെ കുടുംബക്കാരുടെ കുറ്റം, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊന്നുമല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. കർത്താവേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി മാറുവാൻ ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിൽ ഇടപെടണമേ, ആ കുടുംബങ്ങളിൽ ഇടപെടണമേ, ദൈവസഭയ്ക്കകത്ത് ഇടപെടണമേ, ഈ അന്ത്യകാലത്ത് ആമേൻ കോളേജുകളിൽ ഇടപെടണമേ, ക്യാമ്പസുകളിൽ ഇടപെടണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയാണ് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നിങ്ങൾക്കറിയാമോ, അനേകരും വേദനിപ്പിക്കുക, എന്നാൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. പിശാചിൻ്റെ പ്രവൃത്തികൾ വർദ്ധിക്കുമ്പോൾ അനേകർ അതിനോടങ്ങ് ചേർന്ന് പോവുക, എന്നാൽ ഇടിവിൽ നിന്ന് അതിനെ തടയാൻ ആരും ശ്രമിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ അനീതിയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഒരു വാച്ച് ടവറിൽ കയറി ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് മറ്റുള്ളവരുടെ ബലഹീനതയെ എണ്ണിക്കൊണ്ടിരിക്കാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ഈ പാപത്തെ, മ്ലേച്ഛതകളെ, അനീതികളെ കണ്ടുമ്പോൾ കണ്ണടച്ച് കളയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ മുറി അടയ്ക്കുക, പ്രാർത്ഥിക്കുക, കർത്താവേ, ഇതിന്മേലൊരു അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ, കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരായിത്തീരും. കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുവാൻ തുടങ്ങും. കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഹല്ലേലൂയ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങും. ഈ ലോകത്തിൽ എന്ത് കണ്ടാലും അത് ദൈവസന്നിധി പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആമേൻ. അവിടെ കർത്താവ് അത്ഭുതം ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് ഒരു ഹബക്കൂക്കായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, അന്ത്യകാലത്ത് ഈ ലോകത്തിൽ കാണുന്നത് കണ്ട് കണ്ണടച്ച്, ഒരു കുടുംബത്തിൽ ഒരു ആത്മഹത്യ കണ്ടു, അത് കണ്ട് കണ്ണടച്ച് കളയരുത്. അല്ലെങ്കിൽ ഒരു പൈതൽ തെറ്റിപ്പോയി, അത് കണ്ട് കണ്ണടച്ച് കളയുക, അവരുടെ സ്വഭാവം കൊണ്ടാണ് എന്ന് പറയല്ലോ. അവരെ വിടുവിക്കുവാൻ, അങ്ങനെയുള്ളത് ഇനിയും ആ ദേശത്ത് ആവർത്തിക്കാതിരിക്കാൻ, ആമേൻ, ഒരു അനീതി കാണുമ്പോൾ ഇനിയും അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, ആമേൻ. എന്തെല്ലാം ആണ് നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത്, എന്തെല്ലാമാണ് നമ്മൾ ദിവസവും നമ്മുടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ചുറ്റുപാടുകളിൽ ആവർത്തിക്കാതിരിക്കാൻ, ദേശത്ത് ആവർത്തിക്കാതിരിക്കാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു ഹബക്കൂക്കായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. ഈ അന്ത്യകാലത്ത് ഒരു അഭിഷേകത്തോടെ, പ്രാർത്ഥനയുടെ വീര്യത്തോടെ എഴുന്നേൽക്കുന്ന ഒരു അഭിഷക്തനായി കർത്താവ് നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുക, ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആമേൻ, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.